Hi friends, ഇന്ന് വീണ്ടും ഒരു പാക്കിംഗ് വീഡിയോ ആണ്. നമുക്കിന്ന് ഓർഡർ ഉള്ളത് വൈറ്റ് റാറ്റിൻ്റെയാണ്. സെമി അഡൽട്ട് വൈറ്റ് റാറ്റ് ഒരു 5 പീസ് നമുക്ക് ഓർഡർ ഉണ്ട്. ഇത് വടകരയിലായിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു പേര് ഹാമസ്റ്ററും നമുക്ക് ഓർഡർ ഉണ്ട്. ജസ്റ്റ് പാക്കിംഗ് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാണ് നമ്മൾ എങ്ങനെയാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇതേപോലത്തെ ബോക്സിലാണ്. അപ്പോൾ ഇവിടെ വെന്റിലേഷൻ എന്നുള്ള രീതിയിൽ നെറ്റ് ഇട്ടിട്ടുണ്ട്. റാറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ചും കൂടി അവർക്ക് സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കിടന്നോളും. ഭയങ്കര എയർ പാസിങ് വേണമെന്നില്ല. പക്ഷേ റാപ്പിംഗ് നന്നായിട്ട് ചെയ്യണം, കാരണം ചെറിയ ഹോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവന്മാർ തുറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം വൈറ്റ് റാറ്റിൻ്റെ ബേബീസിനെ കാണിക്കാം. നമ്മുടെ ബ്രീഡായിട്ടുള്ള വൈറ്റ് റാറ്റ് ബേബീസാണ്. ഇപ്പോൾ ഓർഡർ ഉള്ളത് സെമി അഡൽട്ട്സാണ്. അതേപോലെ തന്നെ ഇത് മൈസുകളാണ്, ബാൻഡഡ് മൈസിൻ്റെ ഒരു കോളനിയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഹാമസ്റ്റേഴ്സിൻ്റെ ബേബീസ് കിടപ്പുണ്ട്. ഹാമസ്റ്റേഴ്സിൻ്റെ ബേബീസ് ഈ ഒരു ലോട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവർ കൊടുക്കാറായിട്ടുണ്ട്. ഡാർഫ് ഹാമസ്റ്ററിൻ്റെ സെമി അഡൽട്ട്സ് കിടക്കുന്നുണ്ട്. ഇത് വൈറ്റ് റാറ്റിന് തന്നെ വേറൊരു കുഞ്ഞുങ്ങളാണ്. ഇവരായിട്ടില്ല, സെപ്പറേറ്റ് ഇയർ ആയിട്ടില്ല, മദറിൻ്റെ ഒപ്പം നമ്മൾ ഇട്ടിരിക്കണേ. സെയിം ഡാർഫ് ഹാമസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ഇത് പാണ്ട ഡാർഫ് ഹാമസ്റ്റർ കിടപ്പുണ്ട്. പക്ഷേ ഇവന്മാർ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുകയായിരിക്കും, കാണാൻ പറ്റില്ല. ഇത് നോർമൽ ഹാമസ്റ്ററാണ്. ആ എൻഡിൽ കാണാൻ പറ്റുന്നുണ്ടോ? അവർ ഇതിൻ്റെ ഉള്ളിലേട്ടങ്ങ് പോകും. ഇതിനകത്തെല്ലാം പാണ്ടയുടെ കിടപ്പുണ്ട്, ഉള്ളിലാണ്. രണ്ട് കൊട്ടൊക്കെ കൊട്ടിക്കഴിഞ്ഞ് എണീറ്റ് വരും. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലാണ് ആള്. പിന്നെ നമുക്കുള്ള നമ്മുടെ ബംഗാൾ കാറ്റ്സാണ്. ഇതെല്ലാം മാർബിൾ പാറ്റേൺ ബംഗാൾ കാറ്റ്സാണ് നമ്മളിവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ റാറ്റിൻ്റെ ഒരു ബ്രീഡിങ് കേജാണ്. ഇവിടെയാണ് അഡൽട്ട് റാറ്റ് എല്ലാം കിടക്കുന്നത്. നമുക്ക് അപ്പുറം വഴി എന്തായാലും എടുക്കുന്നത് കാണിച്ചു തരാം. ഇതാണ് വൈറ്റ് റാറ്റിൻ്റെ നമുക്ക് ബ്രീഡിങ് സെറ്റപ്പിൽ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അവിടെ കുടവൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത്. നോർമലി നമ്മൾ ഈ കോളനിയിൽ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ ഒരു ഫീമെയിൽ പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഫീമെയിലെ സെപ്പറേറ്റ് ചെയ്യാറാണ് പതിവ്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കറക്റ്റ് കുഞ്ഞുങ്ങൾ കിട്ടുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ കടി പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. ഇവർക്ക് ഫീഡിങ് ഫ്രൂട്ട്സ് കൊടുക്കും. ഇപ്പോൾ എല്ലാം കഴിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഫുഡ് എല്ലാം കഴിക്കും ഇവർ. ഫുൾ നെറ്റിലിടാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കാട്ടൺ ബോക്സ് ഇട്ടിരിക്കണേ. അപ്പോൾ അമ്മമാരെ അവിടെ നിന്ന് കുറേശ്ശെ കടിച്ചൊക്കെ കളയുന്നുണ്ട്. അപ്പം നമുക്കിന്ന് ഓർഡർ ഉള്ളത് ഇതേപോലെ ഒരു ബ്രീഡിങ് കോളനി സെറ്റ് ചെയ്യാനുള്ള ഓർഡറാണ്. അപ്പോൾ അവരാദ്യം ഒരു മെയിലും 2 ഫീമെയിലും എടുക്കാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാനാണ് പറഞ്ഞത്, നിങ്ങളെപ്പോഴും എടുക്കുവാണെങ്കിലും ഒരു ബ്രീഡിങ് സെറ്റപ്പൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 മെയിലും ഒരു 3 ഫീമെയിലൊക്കെ കീപ്പ് ചെയ്യണമായിരിക്കും എപ്പോഴും നല്ലത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു മെയിൽ എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 ഫീമെയിലും കൊണ്ട് നമുക്കൊരു ബ്രീഡിങ് ഇത് നടക്കില്ല. പിന്നെ ബ്രീഡിങ്ങിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിലും എപ്പോഴും അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണമായിരിക്കും. 2 മെയിലും 3 ഫീമെയിലും. അപ്പോൾ നമുക്കിപ്പോൾ 2 മെയിലും 3 ഫീമെയിലും ഉള്ള ഓർഡറാണുള്ളത്. ഒരു കൈ പിടിക്കുമ്പോൾ ഒരു പേടിയുണ്ട്. അപ്പോൾ ഇത് പീസ് 150 വെച്ചാണ് നമ്മളിവിടെ സെല്ല് ചെയ്യുന്നത്. ബേബീസ് ബൾക്ക് വരാൻ നേരത്ത് അതിൻ്റെ റേറ്റ് മാറും. ഒരു മെയിൽ ലൈൻ കൂടി വേണം. ഇതെല്ലാം ഫീമെയിൽസാണ്. ഒരു 5 പീസ് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവർക്ക് ഇനി ഫുഡും ഇതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ പാക്കിങ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വടകരയിലായിട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഓക്കെ.